ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുതിരപ്പേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മുതിരപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മുതിര വെള്ളത്തിലിട്ടിട്ട് 4 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റിയിടുന്നുണ്ട്. അതിനുശേഷം അതിനാവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. 5 വിസിൽ വന്നാൽ ഏകദേശം റെഡി ആവുന്നതാണ്. നല്ല വൃത്തിക്ക് തന്നെ മുതിര വെന്ത് കിട്ടും. അതിലേക്ക് വേണ്ടത് ഒരു 10-12 ചെറിയുള്ളി, അതുപോലെ 6-7 വെളുത്തുള്ളിയുടെ അല്ലിയുമാണ്. ഇത് നന്നായി ചതച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മുതിര ഇവിടെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതിനനുസരിച്ചിരിക്കും മുതിര വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അധികം വെള്ളമൊന്നുമില്ല, നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ എണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ല രീതിയിൽ ചൂടായ ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടുക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ നല്ല രീതിയിൽ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഇതാ നല്ല രീതിയിൽ ഇതൊന്ന് പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഈ രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മസാല കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച മുതിര അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് സെറ്റാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുതിരപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വേണേൽ ഓപ്ഷണലാണ്, ഒരു തേങ്ങയുടെ പകുതി എടുത്ത് ചിരകിയിട്ട് അതിലൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ മുതിരപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.